സംസ്ഥാനത്തെ NHM ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി. മെയിലെ ശമ്പളം ജൂൺ അവസാനമാകുമ്പോഴും വിതരണം ചെയ്യാനായില്ല. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ മുടങ്ങിയ ശമ്പളം കിട്ടാൻ ജീവനക്കാർ സമരത്തിന് ഇറങ്ങേണ്ടി വന്നിരുന്നു. മുടങ്ങിയ ശമ്പളം കിട്ടാൻ ജനുവരിയിലും ഫെബ്രുവരിയിലും ജീവനക്കാർക്ക് സമരം ചെയ്യേണ്ടി വന്നു. ഏപ്രിലിലെ ശമ്പളത്തിൽ പ്രതിസന്ധി ഉണ്ടായില്ലെങ്കിലും മെയിലേത് ഇന്നേക്ക് 23 ദിവസം വൈകി. പലരും താൽക്കാലിക ജീവനക്കാരായതുകൊണ്ട് തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനും പേടിയുണ്ട്. ഫാമിലിയായിട്ട് ജീവിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പലതരം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ വിവിധ കാറ്റഗറിയിൽപ്പെട്ട ജീവനക്കാരുണ്ട്. പക്ഷേ അവർക്കൊന്നും ഇതുവരെ ശമ്പളം ലഭിച്ചിട്ടില്ല എന്നാണ് ഇന്ന് വരെ ഉള്ള റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി പരാതികളാണ് സംഘടനയ്ക്ക് ലഭിക്കുന്നത്. 6000-ഓളം NHM നഴ്സുമാരാണ് സംസ്ഥാനത്തുള്ളത്. വിവിധ ജില്ലകളിലായി 1400 ഡോക്ടർമാരും ജോലി ചെയ്യുന്നു. ഫാർമസിസ്റ്റുകൾ, സ്കൂൾ ഹെൽത്ത് നഴ്സുമാർ, ഡ്രൈവർമാർ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായുള്ള ജീവനക്കാർ വേറെയും ജോലി ചെയ്യുന്നുണ്ട്. ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 24 മണിക്കൂർ കൺട്രോൾ റൂമായ ദിശ, വീട്ടിലിരുന്ന് ഡോക്ടറെ കാണാൻ കഴിയുന്ന ഓൺലൈൻ സംവിധാനമായ ഇ-സഞ്ജീവനി എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നത് NHM ജീവനക്കാരെ ഉപയോഗിച്ചാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതാണ് ശമ്പള മുടക്കത്തിന് കാരണമായി സർക്കാർ പറയുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.